അപ്പോൾ എല്ലാവർക്കും വീണ്ടും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ കഥ എന്നുള്ളതൊരു പാൽ കഥയാണ്. പാൽ വാങ്ങാൻ പോയ കഥ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പാൽ പാക്കറ്റൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. കൂടുതൽ ഇങ്ങനത്തെ പേപ്പർ പാക്കറ്റുകളിലൊക്കെ ആയിരിക്കും. പ്ലാസ്റ്റിക് ബോട്ടിലുണ്ട്, ഗ്ലാസ് ബോട്ടിലുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ആദ്യമായി നാട്ടിൽ നിന്ന് വരുന്നു. ഞാൻ അവന് വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങി വയ്ക്കുന്നു. ബ്രെഡ് മുതൽ പഴം മുതൽ എല്ലാ സാധനങ്ങളും വാങ്ങി വയ്ക്കുന്നു. പാല് മാത്രം ഞാൻ മറന്നുപോയി. അപ്പോൾ അവനും കൊണ്ട് പാല് വാങ്ങാൻ പോയി. കടയിൽ പോയി പാല് വാങ്ങിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പാലിൻ്റെ പൈസ ഞാൻ കൊടുക്കാമെന്ന് പറയുന്നു. പക്ഷെ അവൻ പറഞ്ഞു വേണ്ട, നീ ഇത്രയും വാങ്ങി വെച്ചതല്ല, ഞാനൊന്ന് ആദ്യമായിട്ട് ബില്ല് ചെയ്യട്ടെ എന്ന് പറഞ്ഞു ഇവിടെ. അങ്ങനെ ആൾ പാലും കൊണ്ട് കൗണ്ടറിൽ നിൽക്കുന്നു. പാല് അവർ ബാർകോഡിൽ സ്കാൻ ചെയ്തിട്ട് ബില്ല് ചെയ്യുന്ന ചേച്ചി അവൻ്റെ അടുത്ത് പറയുന്നു, പാലിൻ്റെ വില പറയുന്നു. അത് ജർമ്മനിലാണ് പറഞ്ഞത്. 50 സെൻറ്റ് എന്ന് പറഞ്ഞു. 50 സെൻറ്റ് ഉള്ളൂ പാലിന്. ഇപ്പോൾ 1.5 യൂറോയ്ക്കായി. അന്ന് 50 സെൻറ്റ് ഉള്ളൂ. 50 സെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ €1 പകുതി നമ്മുടെ നാട്ടിലത്തെ 35 രൂപ 40 രൂപ അത്രയ്ക്കുള്ളൂ. നാട്ടിലിപ്പോൾ അതേ വില ഏകദേശം. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ മച്ചാൻ എന്ത് ചെയ്തു, മച്ചാനൊരു €5 നോട്ട് എടുത്ത് അവിടെ വയ്ക്കുന്നു. അപ്പോൾ ചേച്ചി ചോദിച്ചു അവൻ്റെ അടുത്ത് 50 സെൻറ്റ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ചേഞ്ച് അത് ജർമ്മനിലാണ് അത് ചോദിക്കുന്നത്. പക്ഷേ മച്ചാന് അത് മനസ്സിലായില്ല. മച്ചാൻ വിചാരിച്ചു ഫ്യൂൻസിഷ് എന്നുള്ള ഇടപാട് മച്ചാൻ മനസ്സിലായി. 50 മച്ചാൻ ഒന്നും നോക്കിയില്ല, €50 നോട്ട് എടുത്ത് വീണ്ടും വെച്ചു. അപ്പോൾ ചേച്ചിക്ക് മനസ്സിലായി ഇവനൊന്നും അറിയില്ല. ചേച്ചി €50 തിരിച്ചു കൊടുത്തിട്ട് €5 വാങ്ങിച്ച് ഇവന് ബാക്കിയുള്ള €4 50 സെൻറ്റ് തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഞാൻ ബാക്കിൽ നിൽക്കുന്ന ഞാൻ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. കാരണം ഇത് ഇവന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഞാൻ നടന്നു വരുമ്പോഴേക്കും ഇതൊക്കെ ഇവിടെ നടന്നു കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് ഇങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഓടി വരുന്നുണ്ട്. പക്ഷേ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ എന്താ പറയുക, ഈ ഒരു കഥ പറയാനുള്ള കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ബേസിക് ആയിട്ടുള്ള നമ്പറിങ് ഇവിടുത്തെ പ്രത്യേകിച്ച് പൈസയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിരിക്കാം. മെയിനായിട്ട് ഇവിടെ 10, 20, 50 സെൻറ്റുകളാണ് കോയിൻസാണുള്ളത്. €1, €2. അപ്പോൾ 10, 20, 50, 1, 2 ഇത്രയും കോയിൻസാണുള്ളത്. 5 ഉണ്ട്, 5ഉം 2ഉം 1 ഉണ്ട് കേട്ടോ, സെൻറ്റുകളുണ്ട്. പിന്നെ കൂടുതൽ നോട്ടുകൾ വരുന്നത് ഇതേപോലെ തന്നെ 5 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 5, 10, 20, 50, 100, 500 ആ ഒരു റേഞ്ചിലാണ് നോട്ടുകളും വരുന്നത്. അപ്പോൾ ഈ നമ്പറുകളൊക്കെ ഒന്ന് ജർമ്മൻ നമ്പേഴ്സ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കടയിൽ പോയിട്ട് ഇങ്ങനത്തെ വാക്കുകൾ കേൾക്കുമ്പോൾ അവരെന്താണ് ഏകദേശം പറയുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ചെറിയൊരു അനുഭവമാണ്, പക്ഷേ ഞങ്ങൾ ഒത്തിരിയേറെ ചിരിച്ചൊരു അനുഭവമാണ്. അത് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞെന്ന് മാത്രം. താങ്ക് യു.